നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വാട്സപ്പ് ഒരു സാധാരണ ചാറ്റിംഗ് ആപ്പ് മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വാട്സപ്പിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. എ ബില്യൺ ഡോളർ സ്റ്റോറി. യാഹൂവിൽ ജോലി ചെയ്തിരുന്ന രണ്ട് സുഹൃത്തുക്കൾ, ജാൻ കൗമും ബ്രയാൻ ആക്ഷനും. വർഷം 2009. അവൈലബിൾ അല്ലെങ്കിൽ ബിസി എന്നിങ്ങനെ സ്റ്റാറ്റസ് അപ്ഡേഷന് മാത്രമായുള്ള ആപ്പായിട്ടാണ് വാട്സപ്പിന്റെ ജനനം. സമയം കറങ്ങിക്കൊണ്ടിരുന്നു. ആപ്പിൾ പുഷ് നോട്ടിഫിക്കേഷൻ എന്ന പുതിയ സിസ്റ്റം ഉപയോഗിച്ച് വാട്സാപ്പിൽ മെസ്സേജിംഗ് ഫീച്ചർ കൂട്ടിച്ചേർത്തു. SMS-നേക്കാൾ കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് മെസ്സേജ് അയക്കാൻ സാധിച്ചതാണ് വാട്സാപ്പ് എന്ന സിമ്പിൾ ആപ്പിന്റെ നിർണായക ടേണിംഗ് പോയിന്റ്. അങ്ങനെ 2011-2013 കാലയളവിൽ വാട്സാപ്പ് ജനങ്ങളുടെ സ്വന്തം ആപ്പായി മാറി. ഫേസ്ബുക്ക് ഇന്നത്തെ മെറ്റ പ്ലാറ്റ്ഫോംസ് വാട്സ്ആപ്പ് വാങ്ങി. ചരിത്രത്തിലെ വലിയ ടെക് ഡീലുകളിൽ ഒന്ന് അവിടെ സംഭവിച്ചു. $19 മില്യൺ, അതായത് 1.57 ലക്ഷം കോടി രൂപയ്ക്കാണ് ഫേസ്ബുക്ക് വാട്സാപ്പിനെ സ്വന്തമാക്കിയത്. ഇന്ന് ലോകത്ത് 200 കോടി ആളുകളാണ് വാട്സാപ്പിന്റെ ഉപഭോക്താക്കൾ. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പരസ്യമില്ലാതെയും പ്രൈവസിക്ക് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടും വാട്സാപ്പ് തന്റെ ജനപ്രീതി ചോരാതെ കാത്തുസൂക്ഷിച്ചു. വെറും 3000 ജീവനക്കാരുടെ പിൻബലത്തിലാണ് വാട്സാപ്പ് ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നത് മറ്റൊരു കൗതുകമാണ്. ഇന്ന് നാം ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജിംഗ്, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, ഗ്രൂപ്പ് ചാറ്റ്സ്, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, സ്റ്റാറ്റസ്, ചാറ്റ് ലോഗ്, ഡിസപ്പിയറിംഗ് മെസ്സേജസ്, വ്യൂ വൺസ് ഫോട്ടോസ്, ഫയൽ ഷെയറിംഗ്, സ്ക്രീൻ ഷെയറിംഗ്, വാട്സ്ആപ്പ് ബിസിനസ് എന്നിങ്ങനെ ഒരുപാട് ഫീച്ചറുകളുമായി വാട്സാപ്പ് ഇന്ന് ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ഒരു നിർണായക അറിവെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് അടിക്കുക. ഇതുപോലെ ചരിത്രത്താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. സൈനിങ് ഓഫ്.